പൊന്നു ഈ മുതലിനെ ആ അച്ഛൻ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ അവസാന നിമിഷം പറഞ്ഞപ്പോഴേ എനിക്ക് എവളെ കിട്ടിയ എന്റെ ഭാഗ്യമാണ്. ഇവളെ പോലെ എന്നെ മനസ്സിലാക്കുകയും കരുതൽ ചെയ്യുന്ന വേറെ സ്ത്രീ ഇല്ല. എന്നിട്ട് അച്ഛന്റെ ജീവിതം ഒരു പരാജയമായിരുന്നെന്ന് ഏട്ടൻ ഇടക്കിടക്ക് പറയുമായിരുന്നല്ലോ. അച്ഛൻ അങ്ങനെ പറയുമായിരുന്നെന്ന് ഞാനിപ്പോ പറഞ്ഞു. ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അല്ലല്ല ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. പറഞ്ഞിട്ട് തോന്നി ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അങ്ങനെ അല്ലല്ല അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ് നീ പറഞ്ഞത്. എപ്പ പറഞ്ഞു കൊണ്ടു പിടിച്ച് നോക്കണോ? എന്ത് എന്ത് ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതിപ്പോ നമുക്ക് വഴക്കടിക്കുന്നവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ കയ്യിൽ നിന്നിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളു. ജിലേബി വേണോ? വേണ്ടല്ലോ. ഒരു ജിലേബി ഒരു ചെറിയ കട്ടനെടുത്തു. ഗുഡ് മോർണിംഗ് സർ. സുപ്രഭാതം. ഭവതി ഈ ഇരിപ്പിടത്തിലേക്ക് ആസനസ്ഥയായാൽ ഇരിക്കാനാണോ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് പറഞ്ഞിങ്ങനെ ഒരു ഇതായി വരണല്ലേ. താങ്ക് യു സർ. അവിടെ കുത്തിയിരുന്നോളൂ കേട്ടോ. താങ്ക് യു പറയണ്ട കേട്ടോ. ഇനി ഇവിടെ വരുമ്പോ നന്ദി എന്ന് പറഞ്ഞാൽ മതി. നന്ദി സർ. അപ്പൊ എന്താണ് ആഗമന ഉദ്ദേശം പറഞ്ഞു? സർ, ഞാൻ കഴിഞ്ഞ മാസം 23-ാം തീയതി ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ അല്ല, അപേക്ഷ എന്ന് പറയും. അപേക്ഷയല്ല സർ, അപേക്ഷ. അങ്ങനെയും പറയാം, രണ്ടു വിധത്തിലും പറയാം കേട്ടോ. അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതിപ്പോ ഇവിടെ ഏത് അപേക്ഷ ആര് വന്നാലും നമ്മളത് കൃത്യമായിട്ട് നോക്കും. സാറേ, ഞാനും എന്റെ കുട്ടികളും ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ അതിനുള്ള അപേക്ഷ ഇവിടെ KCB തന്നിട്ടില്ല. അത് നിങ്ങൾ വല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പൊ അവര് വല്ല പാറാവിനെയും അമ്മനെ ടെസ്റ്റ് ചെയ്താ? നന്നായി. ഇടക്കൊക്കെ ടെസ്റ്റ് ചെയ്യണത് നല്ലതാ. നീ അത് നോക്ക് ഫസ്റ്റ്. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഹൈ. കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണല്ലോ. രാവിലെ എന്നെ എന്തൊക്കെ പറഞ്ഞടി? നീ ഒന്ന് നേക്ക്. നീ രാവിലെ എന്തൊക്കെ എന്നെ പറഞ്ഞേ? ഞാൻ ദേഹം അനക്കാത്തോണ്ടാണ്, വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ്, ഇതൊക്കെ പറഞ്ഞ ആളാ. ഇപ്പൊ ആർക്കാ കൂടുതൽ? അമ്മായിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അമ്മാവന് ഉച്ചക്കുള്ള മീൻ വറുത്തതും പപ്പടം ഒക്കെ ഒഴിവാക്കി. എന്ത് കളിക്കണ കളിയാന്ന് വിചാരിച്ച അമ്മാവൻ? അമ്മാവന് അത്ര പ്രായമുണ്ട് അമ്മാവ. പിന്നെ അമ്മ ജീവിച്ചിരിക്കുകയാണ്, അത് ഓർത്തോ അമ്മാവൻ? ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ ചേച്ചി പ്രശ്നം? നിക്കണം നിപ്പില്ല അങ്ങ് വീട് കിടക്കുക പോലും ഇല്ല അമ്മാവ. ഈ കൊളസ്ട്രോള് കൂടിയ രക്തം കട്ട പിടിക്കുന്ന, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുന്നൊക്കെ പറയും. അറ്റാക്ക് വന്ന് ചത്തുപോകും. ഒരുപാട് ഒരുപാടെടുത്ത് അടിമായിട്ട് നിൽക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിമായിട്ട് നിന്നിട്ടുള്ള ഇവിടെ എന്താ നിങ്ങളോടുള്ള സ്നേഹം. അയ്യോ, ആ സ്നേഹം ഞാൻ വേണ്ടാന്ന് വെക്കും. നിന്നെ അടിമയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. നീ വീട്ടിൽ പോക്കോ. അത് അങ്ങനെ പറഞ്ഞാലെങ്ങനെ അടിമയായി പോയില്ലേ? എന്റെ മക്കളൊരു കാര്യം ചെയ്യോടാ. ഓർഡർ ചെയ്താലും അടിമയല്ലേ? അത് കേട്ടോ, അത് പിന്നെ ചെയ്താൽ മതി. നീ വന്നേ, ഈ മുളകൊന്ന് തിരിഞ്ഞു തരാമോ? എന്നിട്ട് അവിടെ കൈ വീറി ഒറ്റക്ക് കഴിക്കാൻ പറ്റത്തില്ല. കൈ നീറി കഴിഞ്ഞാൽ ആഹാരം പൊടിയുണ്ടടാ റൊണാൾഡെ. ഞാനൊരു പുരുഷനാണ്. ആണുങ്ങൾ ചെയ്യുന്ന പണിയാണ് മുളവിന്റെ കഥപ്പെടുക്കുക എന്നുള്ളത്. അത് നിങ്ങൾ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണ്. ഞാനൊരു പായ എടുത്തിട്ട് വരട്ടെ, ഇത് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പേ ഈ വാതുക്കയില് അകം തുടച്ച വെള്ളം ഒരു ബക്കറ്റിൽ ഇരിപ്പുണ്ട്, കൊള്ളില്ലാത്ത വെള്ളം. അതൊന്നും എടുത്തൊന്ന് കളഞ്ഞെങ്കിൽ എനിക്ക് തൂക്കിയെടുക്കാൻ പറ്റണില്ലടാ, കൈവേദന എടുക്കുന്നു. ഇല്ലല്ലോ, എനിക്ക് രുചികരമായ പോഷകാഹാരങ്ങൾ ചെയ്തു തരുന്ന കൈകളല്ലേ. ഈ കൈകൾക്ക് എന്തെങ്കിലും കുഴപ്പമെന്നാൽ ഞാൻ പട്ടിണിയാണ്. ചെയ്യാം. അത് കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലെന്നറിയാം.